സാധാരണഗതിയിൽ ഒരു ജീവി മരിച്ചാൽ എന്ത് സംഭവിക്കും? അത് മണ്ണിൽ ലയിച്ചു ചേരും അഥവാ ഡീകമ്പോസ് ചെയ്യപ്പെടും. ബാക്ടീരിയകളും മറ്റു സൂക്ഷ്മജീവികളും അതിനെ വിഘടിപ്പിച്ച് മണ്ണാക്കി മാറ്റും. ഇതാണ് പ്രകൃതിയുടെ നിയമം. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഈ വിഘടിപ്പിക്കൽ നടക്കുന്നില്ല. അത്തരം അപൂർവ സാഹചര്യങ്ങളാണ് ഫോസിലുകളെ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിൽ ജീവിച്ചിരുന്ന അമോണേറ്റ് എന്നൊരു ജീവിയെ സങ്കല്പിക്കുക. ഇത് മരിച്ച ശേഷം സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴുന്നു. ഇവിടെ ഓക്സിജന്റെ അളവ് കുറവായതിനാൽ ബാക്ടീരിയകൾക്ക് ആ ശരീരത്തിനെ പെട്ടെന്ന് നശിപ്പിക്കുവാൻ കഴിയുന്നില്ല. കാലക്രമേണ നദികളുടെയും മറ്റും ഒഴുകിയെത്തുന്ന മണ്ണും ചെളിയും ഈ ജീവിയുടെ ശരീരത്തിന് മുകളിൽ വന്നടിയുന്നു. വർഷങ്ങൾ കഴിയുന്തോറും ഈ മണ്ണിന്റെ പാളികൾക്ക് കട്ടി കൂടുകയും അടിത്തട്ടിലുള്ള മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് മിനറലൈസേഷൻ എന്ന മാന്ത്രികവിദ്യ നടക്കുന്നത്. ജീവിയുടെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ കാലക്രമേണ ഇല്ലാതാകുകയും എല്ലുകൾ അല്ലെങ്കിൽ തോടുകൾ പോലുള്ള കട്ടിയുള്ള ഭാഗങ്ങൾ അവിടെ അവശേഷിക്കും. ഈ സമയത്ത് മണ്ണിനടിയിലുള്ള വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ തരം ധാതുക്കൾ അഥവാ മിനറലുകൾ ഈ എല്ലുകളിലെ ചെറിയ സുഷിരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. വളരെ സാവധാനം വർഷങ്ങൾ കൊണ്ട് ആ ജീവിയുടെ യഥാർത്ഥ കോശങ്ങൾക്ക് പകരം ഈ മിനറലുകൾ ആ സ്ഥാനം കൈയടക്കും. ലളിതമായി പറഞ്ഞാൽ ആ ജീവിയുടെ രൂപം അവിടെ നിലനിൽക്കും, പക്ഷേ ആ വസ്തു പതിയെ ഒരു കല്ലായി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിൽ കാണുന്ന ഡിനോസറുകളുടെ അസ്ഥികുടങ്ങൾ യഥാർത്ഥത്തിൽ എല്ലുകളല്ല, മറിച്ച് എല്ലിന്റെ രൂപമുള്ള കല്ലുകളാണ്. പ്രകൃതി നടത്തിയ ഒരു ശില്പവേലയാണിത്.